രാജ്ഭവന്റെ സെൻട്രൽ ഹാൾ നടക്കേണ്ട പരിപാടി ഇപ്പോൾ പുരോഗമിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ്. പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൃഷി വകുപ്പാണ്, കൃഷി മന്ത്രിയാണ് സംസാരിക്കുന്നത്. ചർച്ചയ്ക്കോ ഉള്ള ഒരു ദിവസമല്ല. അതിന്റെ വിഷയം എന്ന് പറയുന്നതും ഒരു സെമിനാറിന് കൊള്ളാം നല്ലത് എന്ന് പറഞ്ഞ് മാറ്റേണ്ടതല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിന്റെ ദിനമാണ് എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പരിസ്ഥിതി ദിനം എന്നാൽ ജീവിതത്തിന്റെ ദിനമാണിപ്പോൾ. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ തന്നെ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദിനം നമ്മളോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടൊരു ജൂൺ 5-നല്ല, ജൂൺ 6-നും തീരുന്നില്ല, അത് ഒരാഴ്ചക്കാലമല്ല. നമ്മളുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നാം പുലർത്തേണ്ടുന്ന ചില നിലപാടുകളെയും പുലർത്തേണ്ടുന്ന രീതികളെയും ഈ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് പരിസ്ഥിതി ദിനം ഇന്ന് തുടങ്ങി ഇന്ന് അവസാനിക്കുന്നതല്ല, എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവേണ്ടുന്ന ഒന്നാണ്. പ്രകൃതിയുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടുന്നില്ല. അത്രമേൽ വലിയൊരു നാഭീനാള ബന്ധം ഓരോ മനുഷ്യനും ഓരോ ജീവജാലത്തിനും ഈ പ്രകൃതിയുമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രകൃതി എങ്ങനെയും ആയിക്കോട്ടെ, നമുക്ക് ജീവിക്കാം എന്നുള്ളതൊരു അബദ്ധ ധാരണ മാത്രമാണ്. നമ്മുടെ കുന്നുകൾ ഇടിച്ചും നമ്മുടെ പുഴകൾ മലിനമാക്കിയും നമ്മുടെ കടലുകൾ എല്ലാ മാലിന്യങ്ങളുടെയും കൂമ്പാരവും ആക്കി മാറ്റിയിട്ട് നമ്മുടെ വയലുകൾ നികത്തിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സുന്ദരമായ ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുക? അപ്പോൾ നമുക്ക് പ്രകൃതിയെ നശിപ്പിച്ചാൽ നമ്മുടെ ജീവിതം തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത സമൂഹത്തിനും ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ആ അനിവാര്യതയാണ് ഇന്ന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അതാണ് അധ്യക്ഷൻ പറഞ്ഞത്. പ്ലാസ്റ്റിക് എവിടെയെല്ലാം കടന്നു ചെല്ലും. പരിപാടി അവിടെ പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയൊരു വാർത്ത പുറത്തു വരുന്നത് ഈ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തന്നെയാണ്. രാജ്ഭവനിൽ നിന്ന് ഒഴിവാക്കിയതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായി. കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റിയത് എന്നുള്ളതാണ്. വി അരുൺ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുണ്, ചീഫ് സെക്രട്ടറി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാണ്. ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറിയുടെ മുഖ്യ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഈ പരിപാടി അങ്ങോട്ടേക്ക് മാറ്റി എന്നാണ്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ മാത്രം തീരുമാനമല്ല, വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ തലപ്പത്ത് നിന്നുണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും രാജ്ഭവന്റെ ഇത്തരം നിർദ്ദേശം പുഷ്പാർച്ചന മതിയാകൂ എന്ന നിലപാട് മുഖ്യമന്ത്രിയെ അറിയിച്ചു പി പ്രസാദ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ സംസാരിച്ചു. തുടർന്നാണ് മുഖ്യ നിർദ്ദേശപ്രകാരം ഗവർണറെ ഒഴിവാക്കുകയും ആ പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റിയതും. നേരത്തെ രാജ്ഭവനിലെ പരിപാടിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജെ തിലക് ഉണ്ടായിരുന്നില്ല. പകരം ദർബാർ ഹാളിലേക്ക് മാറ്റുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിലാണ്, അദ്ദേഹം ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെയും ഈ പരിപാടിയിലേക്ക് പോകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജെ തിലകം ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ ഇത് സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പത്തിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായി മാറിക്കഴിഞ്ഞു. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ട നിലപാടാണ് മുഖ്യമന്ത്രി കൃഷിമന്ത്രിയെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പരിപാടി നടത്തുന്നത്. രാജ്ഭവന്റെ തീരുമാനപ്രകാരമല്ല പരിപാടി നടക്കേണ്ട, സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. അതിൽ ഇത്തരത്തിലുള്ള പുഷ്പാർച്ചന പ്രോട്ടോകോൾ പ്രകാരമുള്ളതല്ല. അത് മറികടന്നിട്ട് ഒരു നീക്കവും വേണ്ട നിലപാട് മുഖ്യമന്ത്രിയും സ്വീകരിച്ചതോടുകൂടിയാണ് കൃഷിവകുപ്പ് ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് മാറുകയും അത് സംസ്ഥാന രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തത്. സർക്കാർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാജ്ഭവനിൽ നടക്കേണ്ട പരിപാടി ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ പുരോഗമിക്കുകയാണ്. ചീഫ് സെക്രട്ടറി കൃഷിമന്ത്രി അടക്കം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ശേഷം കൃഷിമന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഇതിൽ നിലപാട് വിശദീകരിച്ചേക്കാം. ഗവർണറുടെ ഓഫീസ് നിർബന്ധം പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണറുടെ സെൻട്രൽ ഹാളിലുള്ള, രാജ്ഭവന്റെ സെൻട്രൽ ഹാളിലുള്ള ഭാരതാംബയുടെ ചിത്രം അത് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അത് ഏത് തരത്തിലും അത് അവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു. എന്ത് വേണം ഈ പരിപാടിയിൽ എന്നുള്ളത് ഗവർണറുടെ ഓഫീസ് തീരുമാനിക്കുമെന്ന് അസന്നിഗ്ധമായി ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കി. സെൻട്രൽ ഹാളിൽ സ്ഥിരമായുള്ള ചിത്രമാണത്, അത് മാറ്റാൻ കഴിയില്ല. തുടർന്നാണ് ഈ സർക്കാർ പരിപാടി ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുമായി കൃഷിമന്ത്രി സംസാരിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഇതിനുശേഷമാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റിയത്. ചീഫ് സെക്രട്ടറിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി
നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ പരിപാടി പൂർണ്ണമായും ദർബാർ ഹാളിലേക്ക് മാറ്റുകയും ചെയ്തത്. ഈ പരിപാടി ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിലും ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള പോര് തുടരും എന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ കാണുകയും വേണം. ഏതായാലും പുതിയ ഗവർണർ വന്നതിന് ശേഷമാണ് ഭാരതാംബയുടെ പ്രതിമ, ചിത്രം അത് രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ അത് സ്ഥാപിച്ചത്. തുടർന്ന് അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഭാരതാംബയ്ക്ക് പുഷ്പവൃഷ്ടി നടത്തണമെന്നും അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകൂ എന്നുമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം അല്പസമയത്തിനകം ലഭ്യമാകും എന്നും പ്രതീക്ഷിക്കണം. പരിപാടി കഴിഞ്ഞ് മന്ത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നേരത്തെ അരുണൊക്കെ പറഞ്ഞതുപോലെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പുതിയ ഗവർണറും തമ്മിലുള്ള മധുവിധുകാലം ഏതാണ്ട് പൂർത്തിയാകുന്ന പശ്ചാത്തലം കൂടി ഉയരുകയാണ്. കടുംപിടുത്തം ഗവർണർ തുടരുന്നു. സർക്കാരും ഒട്ടും വിട്ടുകൊടുക്കുന്ന മട്ടില്ല. ഇനി വരും ദിവസങ്ങളിലും സമാനമായ പ്രതിസന്ധികളും സമാനമായ പ്രതികരണങ്ങളും ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം തന്നെ കൃഷിമന്ത്രി പ്രതികരിക്കും എന്നുള്ളതാണ്. മന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കാമോ അരുണ്? വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമോ കൃഷിമന്ത്രി? എന്ന് തന്നെ കരുതണം. അല്പസമയത്തേക്ക് മന്ത്രി പി പ്രസാദിന്റെ കൃഷിമന്ത്രിയുടെ പ്രതികരണ വിഷയത്തിൽ ഉണ്ടാകും. ഇവിടുത്തെ യോഗം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക്, ദർബാർ ഹാളിലെ യോഗം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, കൃഷി വകുപ്പിന്റെ നിലപാട് മന്ത്രി പി പ്രസാദ് തന്നെ പറയും. എന്തുകൊണ്ട് ഇത്തരമൊരു പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റേണ്ടി വന്നു എന്ന കാര്യത്തിൽ ഇതുവരെ സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ സർക്കാരിന്റെ നിലപാട് അല്പസമയത്തിനകം കൃഷിമന്ത്രി പി പ്രസാദ് വ്യക്തമാക്കും. ഇന്ന് രാവിലെ 11 മണിക്ക് രാജ്ഭവനിലാണ് സംസ്ഥാന സർക്കാർ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത്. ഗവർണറെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു. രാജ്ഭവനിൽ ഒരു വൃക്ഷത്തൈ നടാനും സർക്കാർ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അവിടുത്തെ പ്രോട്ടോകോൾ വിഭാഗ ചർച്ചയിൽ രാജ്ഭവനിൽ സെൻട്രൽ ഹാളിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന നിലപാട് രാജ്ഭവൻ സ്വീകരിച്ചു. അത് കഴിയില്ലായ അത് അവിടെ നിന്ന് മാറ്റണമെന്ന് സർക്കാർ നിലപാടെടുത്തു. അതിനെ തുടർന്നാണ് ഈ വിവാദമായത്. പരിപാടി അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശാടിസ്ഥാനത്തിൽ അവിടെ നിന്ന് പരിപാടി സെക്രട്ടറി ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. അതിൽ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട്, കൃഷി വകുപ്പ് എന്തുകൊണ്ട് പരിപാടി മാറ്റിയെന്ന് അല്പസമയത്തിനകം ഇപ്പോൾ മന്ത്രി പി പ്രസാദ് ഇവിടേക്ക് വരികയാണ്. അദ്ദേഹത്തിൽ നിന്ന് ആ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം ഒരു പരിപാടി രാജ്ഭവനിൽ ഒഴിവാക്കി ദർബാർ ഹാളിലേക്ക് മാറ്റി, സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള സെക്രട്ടേറിയറ്റിനുള്ളിലെ ദർബാർ ഹാളിലേക്ക് മാറ്റിയെന്ന കാര്യത്തിൽ മന്ത്രി പി പ്രസാദ് അല്പസമയത്തിനകം സർക്കാരിന്റെ വിശദീകരണം നൽകും. സർക്കാരും ഗവർണറുമായുള്ള ഒരു ഏറ്റുമുട്ടൽ തുടക്കമായി ഒരുപക്ഷെ ഇത് മാറിയേക്കാം. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദമായി ഇതിനകം ഇത് മാറിക്കഴിഞ്ഞു. സർക്കാരിന്റെ പരിപാടികളിൽ അത്തരത്തിലുള്ള പുഷ്പാർച്ചന പ്രോട്ടോകോൾ പ്രകാരം ഉള്ളതല്ല, അത് കഴിയില്ല എന്ന നിലപാട് സർക്കാരും രാജ്ഭവനിൽ നടത്തണമെങ്കിൽ എന്ത് വേണം, എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുമെന്ന് ഗവർണർ നിലപാടത്തോടുകൂടിയാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടി, കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണ പരിപാടി വിവാദമാവുകയും അതിപ്പോൾ ഈ ദർബാർ ഹാളിൽ നടക്കുകയും ചെയ്ത് അതിലുള്ള സർക്കാരിന്റെ വിശദീകരണമാണ് ഇനി വരാൻ പോകുന്ന അല്പസമയത്തിനകം മന്ത്രി പി പ്രസാദ് പ്രതികരിക്കും. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരിപാടി രാജ്ഭവനിൽ ഇവിടേക്ക് മാറ്റേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് മുൻകൂട്ടി ക്ഷണിച്ച് തീരുമാനിച്ച പരിപാടിയിൽ നിന്ന് ഗവർണറെ സർക്കാർ ഒഴിവാക്കിയതെന്ന കാര്യം സർക്കാർ വിശദീകരിക്കും. അല്പസമയത്തിനകം അതിന്റെ വിശദീകരണം വരും. നമുക്കറിയാം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നാളുകളായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന ഗവർണറായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്ന ശേഷം വളരെ രമ്യതയായിരുന്നു സംസ്ഥാന സർക്കാരും ഗവർണറും മുന്നോട്ട് പോയെന്ന്. പക്ഷേ അതിനൊക്കെ ഒരു അവസാനമാകുന്നു എന്നതിന്റെ സൂചന തുടക്കമായി നമുക്കിതിനെ കാണേണ്ടതുണ്ട്. ഇത്തരമൊരു പരിപാടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുമ്പോൾ ഗവർണറെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം നേരത്തെ ഈ പരിപാടിയിൽ രാജ്ഭവൻ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ചീഫ് സെക്രട്ടറി ജയതിലക അതിഥിയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശപ്രകാരം ജയതിലകർ ഈ പരിപാടിയിലേക്ക് എത്തുകയായിരുന്നു. ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയതാണ്. തുടർന്നാണ് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിയത്. ഏതായാലും സ്ഥലം MLA കൂടിയായ ആന്റണി രാജു പങ്കെടുത്തു. അങ്ങനെ രാജ്ഭവൻ നടക്കേണ്ട പരിപാടി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയായി ദർബാർ ഹാളിൽ നടത്തുകയാണ് സർക്കാർ ചെയ്തത്. ഏതായാലും ഇത് രാജ്ഭവന്റെ പ്രതികരണത്തിലേക്ക് വന്നിരുന്നു.